ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അഗൈൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫാറൂഖാണ്, ഫാറൂഖ് വ്ലോഗ്സ് നിന്ന്. രാവിലെ മിനായിൽ നിന്നും ഉറക്കമൊക്കെ എഴുന്നേറ്റ് ആളുകൾ അറഫയിലേക്കുള്ള യാത്രയിലാണ്. മിനായിലെ രാപ്പാർക്കൽ കഴിഞ്ഞ് ഇനി സുബഹി കഴിഞ്ഞ് ആളുകൾ അറഫയിലേക്ക് ഇങ്ങനെ ഒഴുകുന്ന ഒഴുക്കാണ് കേട്ടോ. അവിടെ മെട്രോ ഒക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹാജിമാരെയും കൊണ്ടിട്ട് മെട്രോ പോകുന്നുണ്ട്. അതിന് മുൻപായിട്ട് ഞങ്ങൾക്ക് ലക്ഷറി ഭാഗത്തുള്ളൊരു ഇത് കാണിച്ചു തരാം. നമ്മളെ ലക്ഷറി ആയിട്ടുള്ള വലിയ ഹൈ ലെവൽ സെറ്റപ്പുള്ള ടെൻറ്റിൻ്റെ ഒരു അകംഭാഗമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. നോക്ക് നിങ്ങൾ, നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഹൈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ നമുക്ക് അവിടെ നിന്ന് എടുത്ത് അയച്ചു തന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളെ മലയാളികൾക്ക് നമ്മളെ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു വീഡിയോ പകർത്തിയത്. മിനായിലെ ഹാജിമാർക്ക് ഹജ്ജിൻ്റെ സമയത്ത് ഉള്ള ഭക്ഷണ സംവിധാന സൗകര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്ക്, പ്ലേറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റുകളുണ്ട്. അവിടെ സെർവ് ചെയ്യുന്ന ആളുകളുണ്ട്. നോക്ക് നിങ്ങൾ, വെള്ള സലാഡ്, അതുപോലെ തന്നെ വെറൈറ്റി ഒരുപാട് പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഭക്ഷണവർഗ്ഗങ്ങളും നമുക്ക് മിനായിലെ ഏറ്റവും ഹൈ ലെവലായിട്ടുള്ള തമ്പുകളിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഇതിനൊക്കെ നമ്മൾ ചാർജ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. സെപ്പറേറ്റ് ചാർജ് ഉണ്ടാവും. കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതൊരു ടൈപ്പ് ഓഫ് കബാബാണ് കേട്ടോ. അതുപോലെ ബിരിയാണി ഭക്ഷണങ്ങൾ, ഇതൊക്കെ ഹൈ ലെവൽ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ്. 2-3 തരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഹജ്ജിൽ പല വിഭാഗത്തിലായിട്ട് പല ആളുകൾക്കും ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ താമസ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കറികളും അതുപോലെ തന്നെ ഭക്ഷണങ്ങളും ഒക്കെയാണ്. നമുക്ക് വേണ്ട സാധനം വേണ്ടത്ര അൺലിമിറ്റഡ് നമുക്ക് കഴിക്കാൻ പറ്റും. ആരും നമ്മളോട് ചോദിക്കാനോ പറയാനോ ഒന്നും വരില്ല. ഈ ഹജ്ജിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എത്ര ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചിട്ട്. പക്ഷേ ഇന്ന് നോമ്പായിരിക്കും. അധികം ആളുകൾക്കും അറഫ നോമ്പുണ്ടാവും. പല ആളുകൾ നോമ്പെടുക്കും, പല ആളുകൾക്കും നോമ്പുണ്ടാവില്ല. ഹജ്ജിൽ ഉള്ള ആളുകൾക്ക് ഉള്ള ഭക്ഷണങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നോക്കുക, ഫ്രിഡ്ജൊക്കെ ഫുള്ളാക്കിയിട്ട് സാധനങ്ങളാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഹാജിമാർക്കുള്ള സാധനങ്ങളാണ്. നോക്കുക, അവിടെ ഒരു ഹാജി വന്നിട്ട് ചോദിക്കുന്നുണ്ട്. കാണാൻ പറ്റും നിങ്ങൾക്ക്, ചിക്കൻ്റെ കറിയാണ് കേട്ടോ. നോക്ക് നിങ്ങൾ, മാഷാ അല്ലാഹ്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ഹജ്ജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മാഷാ അല്ലാഹ്, വല്ലാത്തൊരു അനുഭൂതിയാണ്. ഹജ്ജിന് പോകാനും അവിടെ എത്താനും ഒക്കെ അല്ലാഹു എല്ലാവർക്കും ഭാഗ്യം തരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നോക്ക് നിങ്ങൾ, ഒരുപാട് ഹാജിമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരെ റെസ്റ്റ് റൂമിൽ വളരെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള റെസ്റ്റ് റൂമാണ് കേട്ടോ. അറഫയിലെ ഒരു കാഴ്ചയാണ്. ആളുകൾ അങ്ങനെ മിനായിൽ നിന്ന് അറഫയിലേക്ക് യാത്ര തുടങ്ങി. അറഫയിലെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അറഫയിലേക്ക് മിനായിൽ നിന്നും ആളുകൾ ഹാജിമാരായിട്ടുള്ള ഹുജ്ജാജികൾ ഇങ്ങനെ പോകുന്ന കാഴ്ചയാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്. ഈ ഒരു തക്ബീർ ചൊല്ലിക്കൊണ്ട് ഹാജിമാർ അറഫയിലേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. കാണാൻ പറ്റും നിങ്ങൾക്ക്. അറഫ മൈതാനിയിലെ ലൈറ്റിൻ്റെ പല തൂണുകളിൽ നിന്നും വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഹെൽപ്പ് വേണ്ടവർക്ക് എല്ലാവർക്കും പോലീസുകാർ ഹെൽപ്പും കൊടുക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, അതൊക്കെ ശരിക്കും കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ശരിക്കും വലിയ പോലീസിൻ്റെ ഹെഡാണ് കാണുന്നത്. ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പോലീസും ഇവരൊക്കെ ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഉണ്ടാവും. മാഷാ അല്ലാഹ്, ഈ ഒരു കാഴ്ച നോക്ക് നിങ്ങൾ. പല തരത്തിലുള്ള പല വർഗ്ഗങ്ങളായിട്ടുള്ള ആൾക്കാർ, മാഷാ അല്ലാഹ്. ചെറിയ മക്കളൊക്കെ ഹജ്ജിന് വേണ്ടിയിട്ട് ഇഹ്റാം എടുത്തുകൊണ്ട് മിനായിൽ നിന്നും അറഫയിലേക്ക് ഒഴുകി പോകുന്നൊരു കാഴ്ചയാണ്. ഈ ഒരു കാണുന്ന സ്ഥലം കണ്ടോ? ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് കാണുന്ന ഒരു വെള്ള ബിൽഡിംഗ് കണ്ടോ? ഇതൊക്കെ ടോയ്ലറ്റ് സംവിധാനങ്ങളാണ്. നമുക്ക് ഈ ഒരു ശൗചാലയത്തിനൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. ആഴ്ചയിൽ അല്ലെങ്കിൽ വർഷത്തിൽ 6 ദിവസമാണ്, അല്ലെങ്കിൽ 6 to 10 ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഈ ഒരു സംഭവം പ്രവർത്തനം ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും സെറ്റപ്പ് സൗദി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. നോക്ക് നിങ്ങൾ, ബാക്കിലൊക്കെ ഒരുപാട് ടോയ്ലറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും എല്ലാത്തിനും സൗകര്യങ്ങൾ ഈ അറഫ മുസ്തലിഫയിലൊക്കെ ഉണ്ടാവും. വാട്ടർ പമ്പിങ് സിസ്റ്റം കണ്ടോ നിങ്ങൾ? ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യാണ് വെള്ളം. മാഷാ അല്ലാഹ്, ഇതാണ് ഹജ്ജത്തുൽ വിദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി പ്രസംഗം നടത്തിയിട്ടുള്ള അറഫയിലുള്ള മല. മാഷാ അല്ലാഹ്, അറഫയിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗം നടത്തിയത്. ജബലുർ റഹ്മ എന്ന് പറഞ്ഞിട്ടുള്ള മലയുടെ മുകളിൽ വെച്ചിട്ട് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ അറഫയിലെ പള്ളിയും ജുമുഅയും ഖുതുബയും എല്ലാ സംഭവവും ഈ ഒരു ലാസ്റ്റ് വീഡിയോൻ്റെ അവസാന ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഓരോ കാഴ്ചകളും, ഹജ്ജിൻ്റെ ഓരോ കാഴ്ചകളും നിങ്ങൾ കാണേണ്ടതാണ്. ആളുകൾ ഫോണിൽ കളിക്കുന്നതൊന്നും നമ്മൾ തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. ആളുകളൊക്കെ ഭയങ്കര എന്താ പറയുക, അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഹജ്ജ്. നമ്മളെ ഹജ്ജിന് ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. لك والملك لا شريك لك لبيك اللهم لبيك അറഫയിൽ
സംസ്കാരത്തിലും ഹജ്ജിൻ്റെ മെയിൻ ഭാഗം ഹജ്ജ് കിട്ടൂല, ഹജ്ജ് സഹിയാവുകയില്ല എന്നാണ്. അപ്പോൾ എന്തായാലും വാട്ടർ പമ്പിങ് സിസ്റ്റം വെച്ചിട്ട് അവർ അറഫ മൈതാനിയിലുള്ള ആളുകൾക്ക് മാക്സിമം എത്രത്തോളം ഹാജിമാർക്ക് സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റുമോ ആ സംഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഘാന എന്ന് പറഞ്ഞിട്ടുള്ള ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നുള്ള ഒരു കൂട്ടം ഹാജിമാരാണ് ഒഴുകി വരുന്നത്. മാഷാ അല്ലാ, മീനായിൽ നിന്നും അറഫയിലേക്ക് എത്തുന്ന ഹാജിമാരെയാണ് നിങ്ങൾ കാണുന്നത്. ഇവരെ മെയിനായിട്ട് നമ്മൾ വിളിക്കുക പച്ചകൾ എന്നാണ് കേട്ടോ. അവിടെ ഉള്ള ആളുകളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. മാഷാ അല്ലാ, ആഫ്രിക്കയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ വരുന്നത്, കാണാൻ പറ്റും. അതുപോലെ തന്നെ റോഡൊക്കെ ബ്ലോക്കായിരിക്കും. മറ്റുള്ള പുറത്തുനിന്നുള്ള വാഹനങ്ങൾക്കൊന്നും ഈ ഒരു മീന അറഫ മുസ്തലിഫ റൂട്ടിലേക്ക് കടക്കാനേ പറ്റൂല. അതുപോലെ ഹറമിൻ്റെ ഒരു പ്രദേശത്തേക്കും എല്ലാം ബ്ലോക്ക്ഡ് ആയിരിക്കും. ഫുള്ള് ഈ ഒരു ഉള്ളേരിയകളിലേക്ക് കടക്കാതെ പോകേണ്ടി വരും. ഇത് ഹാജിമാരെയും കൊണ്ടുള്ള ബസ്സാണ് ഈ വരുന്നത്. മീനായിൽ നിന്നും അറഫയിലേക്ക് ഹാജിമാർ വരുന്നൊരു കാഴ്ചയാണ്. മാഷാ അല്ലാ, ഒരുപാട് സുഖമില്ലാത്ത ആളുകളും അതുപോലെ തന്നെ മറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ റോഡിലൂടെ ഒഴുകി വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ. വലിയ 6 വരിപ്പാത ഉണ്ടാവുമല്ലോ, ആ 6 വരിപ്പാത പോലുള്ള വലിയ വഴികളിലൂടെയാണ് ആളുകൾ ഇങ്ങനെ ജനസാഗരം ഒഴുകുക. നമ്മൾ പാൽക്കടൽ ഒഴുകുക എന്നൊക്കെ പറയൂല, അതുപോലെ ഉംറ വേഷത്തിൽ ഒരുപാട് ആൾക്കാർ നോക്ക് നിങ്ങൾ, കുറേ സാധനങ്ങൾ, ഭയങ്കര ആവേശമാണ് കേട്ടോ ശരിക്കും. ഇത് ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കണം, ഒരിക്കൽ നിങ്ങൾ ചെയ്യണം, ഹജ്ജിന് പോകണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലഹരി മനസ്സിലാവുള്ളൂ. ഹജ്ജിന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനായിൽ പോയി രാപ്പാർക്കുക, അവിടെ നിന്ന് ഒരു സുബയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ കുറച്ച് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നോമ്പുള്ളവർ കഴിക്കൂല, നോമ്പില്ലാത്തവർ അതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അറഫയിലേക്ക് പോവുകയാണ്. അറഫ സംഗമത്തിന് വേണ്ടിയിട്ട് സൂര്യൻ മുകളിൽ കത്തി നിൽക്കുന്ന സമയമായിരിക്കും. നമ്മൾ അറഫയിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. അറഫയിലെത്തി അറഫയിലെ ഹുതുബയും കാര്യങ്ങളൊക്കെ അവസാനം വരുന്നുണ്ട്. ഇതൊരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്നൊരു കാഴ്ചയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉമ്മമാരെ നടക്കാൻ പറ്റാത്ത ഉമ്മമാരെ ഒരു മകന് ഈ ഒരു അറബിയ വണ്ടിയിൽ ഉന്തിയിട്ട് ഹജ്ജിന് വന്നൊരു കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ പറയും എനിക്ക് സുഖമില്ല, കാലിന് സുഖമില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് ഹജ്ജിനൊന്നും പോകാൻ പറ്റുന്നില്ല എന്ന്, ഇനി പറ്റുമോ എന്നറിയില്ല എന്നൊക്കെ. അവർക്കൊക്കെ ഒരു മാതൃകയാണ് ശരിക്കും പറഞ്ഞാൽ. നോക്ക് നിങ്ങൾ എത്ര പ്രായം ചെന്ന ആളുകളാണ് നടന്നു വരുന്നത് നോക്ക് നിങ്ങൾ. തുർക്കിയിൽ നിന്നും അതുപോലെ തന്നെ തുർക്കി അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ അസർബൈജാൻ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലെ ആളുകളായിരിക്കും അത്. മാഷാ അല്ലാ, വളരെ സന്തോഷം തോന്നിക്കുന്ന കാഴ്ചയാണ്. നമ്മളെ ഹറമിലും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഇതൊരു ദൂരക്കാഴ്ചയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലായിട്ട് ഹറമിൽ ഫ്രീ ആയിട്ട് ഈ ഹജ്ജിൻ്റെ സമയത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ലോറിയാണ് ആ ഒരു സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു പോലീസ് ഉണ്ട്. ഒരു ബസ് ഇങ്ങനെ കയറി വരുന്നൊരു കാഴ്ചയാണ്. ആളുകൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, നാട്ടിൽ പോയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നീട് ഒരു മെമ്മറീസിന് വേണ്ടിയിട്ടും ഒക്കെ എടുക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ എതിർക്കപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലെ ഉദ്ദേശം എന്താണോ അതാണ് പഠിച്ചോന്ന് നോക്കുക. നമ്മളൊരു ഫോട്ടോ എടുത്തെന്ന് വിചാരിച്ചാൽ നമ്മളെ ഹജ്ജ് അങ്ങ് ബാത്തിലാവുമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മളൊരു വിശ്വാസമാണ്. എന്തായാലും വളരെ സന്തോഷം. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. കുറേ ആളുകൾ സംശയങ്ങളുള്ളതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ച് മനസ്സിലാക്കി പോകുന്നുണ്ട്. റോഡൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഇന്നലെ വരെ, പക്ഷേ ഇന്ന് മുതൽ അതിങ്ങനെ മലിനീകരമായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ബാക്കിൽ അതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. പച്ച വസ്ത്രം അണിഞ്ഞിട്ടായിരിക്കും ഈ ക്ലീനിങ് ഡ്യൂട്ടിയുള്ള ആൾക്കാരുണ്ടാവുക. അതുപോലെ തന്നെ പച്ച, അവിടുത്തെ ബാസ്ക്കറ്റിനൊക്കെ പച്ച കളറായിരിക്കും. ഇത് മെട്രോ സർവീസാണ് കേട്ടോ. മെട്രോ സർവീസ് സ്റ്റാർട്ട് ചെയ്ത് അറഫയിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മെട്രോയിലും ആളുകളുണ്ടാവും. ഫ്രീ മെട്രോ സർവീസ് ആയിരിക്കും. നമ്മളവിടെ എത്തിയാൽ മതി, മെട്രോ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. 2, 3, 4 മെട്രോ ഉണ്ടാവും ഈ ഒരു അറഫ ഭാഗത്തേക്ക് കേട്ടോ. കാണാൻ പറ്റും നിങ്ങൾക്ക്. മെട്രോ ഇങ്ങനെ പോയി ഏകദേശം 14-17 കിലോമീറ്റർ മിനായിൽ നിന്നും അറഫയിലേക്കുണ്ട്. അത്രയും ദൂരം നടക്കേണ്ടവർക്ക് നടക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രോ സർവീസ് ഉപയോഗിക്കാൻ പറ്റും. മാഷാ അല്ലാ, ആളുകളൊക്കെ വളരെയേറെ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ ഒരുപാട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് കമ്പനികളുടെ ജ്യൂസ് കമ്പനികൾ, അതുപോലെ തന്നെ കുടയുടെ കമ്പനികൾ, അംബ്രല്ലയുടെ കമ്പനികളൊക്കെ ആളുകൾക്ക് പല സംഭാവനകൾ കൊടുക്കും. കാരണം നല്ല ചൂടുള്ള സമയത്ത് കുട മസ്റ്റാണ്. മഴത്ത് മാത്രമേ നമ്മൾ കുട യൂസ് ചെയ്യാം, നല്ല വെയിലുണ്ടാകുമ്പോൾ. അപ്പോൾ ഒരുപാട് DHLൻ്റെ കമ്പനിയും പല സിമ്മുകളുടെ കമ്പനിയും ഒക്കെ അവിടെ കുടകൾ കൊടുക്കും. മാഷാ അല്ലാ, ഈ ഒരു കാണുന്ന കാഴ്ച ഉണ്ടോ നിങ്ങൾ? ഇതാണ് നെമിറ പള്ളി. അറഫയിലുള്ള നെമിറ പള്ളിയാണ് ഇത്. ഇവിടെ വെച്ചിട്ടാണ് അറഫ ദിനം ഹുതുബ നിർവഹിക്കലും. പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നബിതങ്ങൾ ഹജ്ജത്തുൽ വിദാ എന്ന് പറഞ്ഞ ആ ഒരു ഹജ്ജിൽ നബിതങ്ങൾ പ്രസംഗിച്ചത് ഈ ഒരു മലയ്ക്ക് മുകളിൽ നിന്നായിരുന്നു. ഈ ഒരു മലയുടെ മുകളിലൊക്കെ വമ്പൻ ജനസാഗരമായിരിക്കും, നമുക്കങ്ങോട്ട് കടക്കാനേ പറ്റില്ല. കഴിഞ്ഞൊരു 10 വർഷം മുമ്പ് ഞാൻ പോയ ആ സമയത്തൊക്കെ ഞങ്ങൾ ശരിക്കും അറഫയിൽ ഇങ്ങനെ തിക്കും തിരക്കും, ആളുകളിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നമ്മളൊരു തീപ്പെട്ടിക്കുള്ളി ബോക്സിൽ ആ തീപ്പെട്ടികൾ എത്രത്തോളം അടുത്താണോ നിൽക്കുന്നത് അത്രയും അടുത്തായിരിക്കും ഓരോ ആളുകൾ മുട്ടി
ഉരുമ്പി നിൽക്കുന്നത്, ആ തളച്ചു മറയുന്ന ചൂടിൽ. ശരിക്കും വൈകുന്നേരം മഗ്രിബ് അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ അങ്ങ് ഒഴുകാണ് പാൽക്കടൽ പോലെ മുസ്തലിഫയിലേക്ക്. മീന, അറഫ, മുസ്തലിഫ, പിന്നെ മുസ്തലിഫയിലേക്ക് ആളുകൾ ഒഴുകാണ്. കാണാൻ പറ്റും നിങ്ങൾക്കൊരു ആകാശക്കാഴ്ചയാണ്. മലയുടെ മുകളിലുള്ള ആളുകളെ പോലീസ് ഒരുപാട് നിയന്ത്രിച്ചിട്ട് ആളുകളെ വളരെ കുറച്ചിട്ടുണ്ട്. കാരണം വലിയ അപകടങ്ങൾക്കും ഇതിനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് ഈ ഒരു അറഫയിലെ മലയുടെ മുകളിലേക്ക് കയറുന്നത് വിലക്കിയിട്ട് താഴത്താണ് ആളുകളൊക്കെ നിൽക്കുന്നത്. കാണാൻ പറ്റും നിങ്ങൾക്ക്. മലയുടെ മുകളിൽ കയറി പറ്റിയ ആൾക്കാർക്ക് അവിടെ തന്നെ നിൽക്കാം, അല്ലാത്ത ആളുകൾ ഈ ഒരു മലയുടെ താഴ്വരങ്ങളിലായിട്ട് നിൽക്കേണ്ടി വരും. കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതൊക്കെ മലയിലുള്ള ആളുകളാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതും പ്രാർത്ഥിച്ചതും പൊട്ടിക്കരഞ്ഞതൊക്കെ ഈ ഒരു ദീൻ പൂർത്തിയായി എന്നൊക്കെ പറഞ്ഞതും എല്ലാം ഈ ഒരു മലയുടെ മുകളിൽ വെച്ചിട്ടാണ്. അതിൻ്റെ മേലെ എന്നും ഉണ്ട് ഒരു സ്തൂപം. അതൊരു അടയാളത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ പല ആളുകളും അവിടെ പോയിട്ട് സുജൂദ് ചെയ്യലും മുത്തം വെക്കലൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ശിർക്കായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹു അല്ലാതെ മറ്റൊന്നിനെ നിങ്ങൾ പങ്കു ചേർത്താലും ഒക്കെ ശിർക്കാണ്. കാണാൻ പറ്റും നിങ്ങൾക്ക്. മെട്രോ കുതിച്ച് വരുന്ന വരവാണ് അറഫയിലേക്ക് ആളുകളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അറഫയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ്. മിനായിൽ നിന്ന് ആളുകൾ അറഫയിലെത്തിച്ച് വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ. കാണാൻ പറ്റും നിങ്ങൾക്ക്. ഒരുപാട് ആൾക്കാർ ഭക്ഷണപ്പൊതികളൊക്കെ കൊണ്ടിട്ട് പോകുന്നുണ്ടോ നിങ്ങൾ, പെട്ടിയൊക്കെ ആയിട്ട്. ഇതൊക്കെ ഫ്രീ ആയിട്ട് അവിടെ ഭക്ഷണം കൊടുത്ത് ആ ഒരു ഭക്ഷണം സേവ് ചെയ്തിട്ട് മുസ്തലിഫയ്ക്ക് പോകുന്ന ആളുകളുണ്ടാവും. മുസ്തലിഫയിലെ കാഴ്ചകളൊക്കെ വരും വീഡിയോസിൽ നമുക്ക് കാണാം. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് മുസ്തലിഫയിലെ കാഴ്ചകളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തിരിച്ച് ജംറകളിലേക്കൊക്കെ വരുമ്പോൾ വളരെ നല്ല കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. നോക്കൂ നിങ്ങൾ. അധികം എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ ഇന്തോനേഷ്യയിൽ നിന്ന ആളുകളാണ്. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്നുള്ള ആളുകളാണ് അധികം ഉള്ളത്. മാഷാ അല്ലാഹ്. ഏത് സമയം ഏതിനും സൗകര്യമുള്ള ഹെലികോപ്റ്ററുകളാണ് കേട്ടോ. തലങ്ങും വിലങ്ങും ഹെലികോപ്റ്റർ നമുക്ക് കാണാൻ പറ്റും. ഇത് സൗദി ഈ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. എന്ത് അപകടം വന്നു കഴിഞ്ഞാലും ഇവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഈ ഒരു ഹെലികോപ്റ്റർ ഉണ്ടാവും. ഇവർ അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ പാറി പറക്കുകയാണ് ചെയ്യുക അറഫ മൈതാനിയുടെ ആ മുകളിൽ. മാഷാ അല്ലാഹ്. നോക്ക് നിങ്ങൾ. വലിയ വലിയ പോലീസുമാരാണ്. ഒരു വലിയ ജാട അങ്ങനെ ഒന്നുമില്ലാതെ പോലീസുമാരൊക്കെ വളരെ സിമ്പിളായിട്ട് ആളുകളായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കും. നോക്ക് നിങ്ങൾ. ഒരാൾ ഫോൺ വിളിക്കാൻ പറഞ്ഞു, ഫോൺ വിളിച്ചു, അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു കാഴ്ച നോക്ക് നിങ്ങൾ. പാൽക്കടൽ ഒഴുകി വരുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ മിനായിൽ നിന്ന് അറഫയിലേക്ക് ആളുകൾ ഒഴുകി ഇങ്ങനെ വരികയാണ്. നിമിറപ്പള്ളിയുടെ സൈഡിലൂടെയൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ശരിക്കും അറഫയിൽ നിൽക്കുക, അറഫയിൽ ഈ ഒരു അറഫ സംഗമത്തിൽ കൂടുക എന്നുള്ളതാണ്. അവിടെ ഖുതുബ ഉണ്ടാവും. അതൊക്കെ അവസാനത്തിലേക്ക് വരുന്നുണ്ട്. ഇതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹജ്ജ് ഇല്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്ക് ഹജ്ജിൻ്റെ കൂലി കിട്ടില്ല. നമ്മൾ മിനായിൽ രാപ്പാർത്തില്ലെങ്കിലും നമ്മൾ അറഫയിലേക്ക് നമ്മൾ എത്തണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഹജ്ജിൻ്റെ കൂലി, ഹജ്ജിൻ്റെ ഒരു സവാബ് കിട്ടുകയില്ല എന്നാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു നേരത്തെ ഇന്നലെ മിനിയാന്നേ മിനായിൽ വന്ന് നിന്നിട്ട് മിനായിൽ നിന്നും അറഫയിലേക്ക് പെട്ടെന്ന് വന്നിട്ട് അല്ലെങ്കിൽ ആദ്യം തന്നെ അറഫയിൽ വന്ന് നിൽക്കുന്ന ആളുകളുണ്ടാവും. ഈ ഒരു അറഫ സംഗമത്തിൽ പള്ളിക്കുള്ളിലും അതുപോലെ തന്നെ ഭയങ്കര ഈ പള്ളിയുടെ അടുത്തായിട്ട് ഖുതുബൊക്കെ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കാൻ പറ്റും. കാരണം നല്ല ക്ലൈമറ്റ് ആയിരിക്കും അവിടെ. നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആയിരിക്കും, നല്ല ചൂടായിരിക്കും. അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആൾക്കാർക്ക് ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വർഷത്തിലൊരിക്കൽ നടക്കുന്നതും അതുപോലെ തന്നെ പല രാജ്യത്തു നിന്നും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആൾക്കാർ വരിക. അതുകൊണ്ട് പള്ളിൻ്റെ അകംഭാഗത്ത് നിന്ന് തന്നെ ഈ ഒരു അറഫ സംഗമത്തിൽ കൂടണം, ഇമാമിൻ്റെ ബാക്കിൽ നിൽക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ആളുകൾ നേരത്തെ അറഫയിൽ വന്നിട്ട് നിൽക്കും. അറഫ പള്ളിയിലെ വലിയൊരു വാട്ടർ ടാങ്ക് ഫെസിലിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വലിയ 2 തൂണുകൾ കണ്ടോ, ആ ഒരു സംഭവം എന്നൊക്കെ പറയപ്പെടുന്ന വലിയൊരു വാട്ടർ ടാങ്ക് ഫെസിലിറ്റിയാണ് അതിൻ്റെ ടോപ്പിലുള്ളത്. പിന്നെ ടവറും കാര്യങ്ങളൊക്കെ. അതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ടോയ്ലറ്റ് ഉണ്ടാവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കുടകൾ പല കമ്പനികളും ഫ്രീ ആയിട്ട് ആളുകൾക്ക് കൊടുക്കും. ആളുകൾക്ക് ചൂടിൽ നിന്നിട്ട് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് സബീലായിട്ട് സദഖായിട്ട് കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ടുള്ള കുടകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ അറഫയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. മാഷാ അല്ലാഹ്. നിങ്ങൾ നോക്ക്. അറഫയിലേക്ക് വരുന്ന വഴിയാണ്. അറഫയിലേക്ക് ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പിന്നെ ഒരുപാട് സ്ഥലത്തേക്ക് പോലീസുകാരെ പ്രവേശനം നിർത്തിവെച്ചിട്ടുണ്ടാവും. കാരണം ആ ഭാഗത്ത് സ്ഥലം ഉണ്ടായിട്ട് പോലും പോലീസുകാർ ആ ഒരു ഭാഗത്തേക്ക് എന്ന് വെച്ചാൽ സുരക്ഷാ ഭടന്മാർ ആ ഒരു സ്ഥലത്തേക്ക് ആളുകളെ കയറ്റി വിടില്ല. കാരണം അവിടുത്തെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കൂടുതൽ ആളുകൾ ഒരേ സ്ഥലത്തേക്ക് ഒരുപോലെ കടന്നു കയറി കഴിഞ്ഞാൽ വലിയ അപകടങ്ങളുണ്ടാവും. നമുക്കറിയാം, ഇതിന് മുമ്പ് ഒരു ഹജ്ജിൽ മിനായിൽ ജംറകൾക്ക് കല്ലെറിഞ്ഞിട്ട് ആളുകളെല്ലാം കൂടെ ഒഴുകി വന്നിട്ട് ഒരുപാട് ആൾക്കാർ ആളുകളുടെ മുകളിലൂടെ ചവിട്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇതുണ്ടായിട്ടുണ്ട്. മഴ കാരണം എന്നൊക്കെ പറയാം.
എന്തായാലും ഈ വർഷത്തെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, കൊറോണ ഉണ്ടായതിന് ശേഷം വളരെ ഭീതിയിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു ഹജ്ജിനുള്ള അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വർഷത്തെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ തികച്ചും ഏവർക്കും, എല്ലാ ആളുകൾക്കും ഒരുമിച്ച് അള്ളാഹുവിൻ്റെ മുൻപിൽ അറഫയിൽ ഒരുമിച്ച് നിന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഈ ഒരു വർഷത്തെ ഹജ്ജ് നമുക്ക് തന്നിട്ടുണ്ട്. മാഷാ അല്ലാ, ഹാജിമാരൊക്കെ വളരെ സന്തോഷത്തിലാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഈ കുടയും കാര്യങ്ങളും ഭക്ഷണവും ഫുഡും കാര്യങ്ങളും ഇതൊക്കെ എല്ലാം ഈ ഒരു അറഫ മൈതാനിയിൽ സുലഭമായിരിക്കും. ആളുകൾക്ക് എത്രത്തോളം സുഖകരമായിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സൗകര്യങ്ങൾ ഈ ഒരു അറഫയിലുണ്ടാവും. സൗദി ഗവൺമെൻറ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതൊരു ആംബുലൻസാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് മരണപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഒരു സമയം എന്ന് പറയാം, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചികിത്സാപരമായിട്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അറഫ, മീന, മുസ്തലിഫ അല്ലെങ്കിൽ മീന, അറഫ, മുസ്തലിഫയിൽ ലഭ്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓരോ സ്ഥലത്തും ബോർഡുകളുണ്ട്, ഫുൾ ക്യാമറ കൺട്രോളായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ അറബി ചാനലുകളിൽ ഒരുപാട് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ആളുകൾക്കിത് മനസ്സിലാവണമെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ഭാഷയിൽ, നമ്മളെ മലയാളം ഭാഷയിൽ സംസാരിച്ച് കഴിഞ്ഞാലേ നമ്മളെ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് പോവാനും ഷൂട്ട് ചെയ്യാനും ഒരുപാട് പരിമിതികളുണ്ട് ഈ ഒരു ഹജ്ജിൽ, അറഫയിലൊക്കെ പോയിട്ട്. അതിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മളവിടെ പോയിട്ട്. അതുമല്ല നിങ്ങൾക്ക് ഇത്രത്തോളം ഭംഗിയായിട്ട് കാഴ്ചകൾ കാണാനും പറ്റി എന്ന് വരില്ല. അറഫയിൽ ബാക്കിലൊക്കെ മലനിരകളാണ്, ആ മലനിരകൾക്കൊക്കെ നടുവിലാണ് അറഫ എന്ന് പറയുന്ന ഈ ഒരു മൈതാനി വരുന്നത്. മാഷാ അല്ലാഹ്, ശരിക്കും നിങ്ങളൊക്കെ വന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആവേശമാണ് ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിങ്ങളവിടെ വന്നിട്ട് നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഹജ്ജ് ചെയ്യാൻ. നിങ്ങളെന്തായാലും ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കത്ത് വരണം, ഹജ്ജ് നിങ്ങൾ ചെയ്യണം. അത് വല്ലാത്തൊരു അനുഭൂതിയാണ്, വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പം അറഫയിലെ നമിറ പള്ളിക്കുള്ളിലെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മാഷാ അല്ലാ, ഇവിടുത്തെ ഖുതുബയും കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾ കേൾക്കുക. ഒരുപാട് കാഴ്ചയുണ്ട്. ഇനി കുറച്ച് കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമിറ പള്ളിയിലെ ഖുതുബയും, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹജ്ജത്തുൽ വിദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ച ഒരു മല എന്നൊക്കെ. അതുപോലെ ഇവിടെ ഒരു ഖുതുബ ഉണ്ടാവും. ആ ഖുതുബ എന്തായാലും നിങ്ങൾ കേൾക്ക്, ബാക്കി കാഴ്ചകൾ കാണാം. قال وقال صلى الله عليه وسلم. ഈ ഒരു സ്ഥലം കണ്ട നിങ്ങൾ, ഇമാമ് നിൽക്കുന്നത് മെഹ്റാബൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു സ്ഥലം സ്പെഷ്യലായിട്ട് ഇമാമിങ്ങളെ ഫാമിലിക്കും അതുപോലെ തന്നെ വലിയ വലിയ രാജാക്കന്മാരെ ഫാമിലികളിലുള്ള ആളുകളൊക്കെ ആയിരിക്കും ഈ ഒരു ഭാഗത്തുണ്ടാവുക. അതുപോലെ സാധാരണക്കാരായിട്ടുള്ള സാധാരണ വസ്ത്രത്തിലുള്ള സൗദികളും ഉണ്ടാവും. കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇവിടെ ഇരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ മുസല്ലയ്ക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു കളറായിരിക്കും. ഒരുപാട് ആൾക്കാർ ഈ ഒരു ജുമായിലും ഖുതുബയിലും മുഴുകിയിരിക്കുന്നൊരു കാഴ്ചയാണ്. ഒരുപാട് ആൾക്കാർ ഈ ഒരു മെമ്മറി എന്നും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ റെക്കോർഡും മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല. എന്തായാലും വളരെ സന്തോഷത്തിലാണ് ഹാജിമാർ. എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ഇവിടെത്താനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. അറഫയിലെ ഖുതുബയും നമസ്കാരവും ഒക്കെ നമ്മൾ കണ്ടു. ഇൻഷാ അല്ലാഹ് ഇനി മീനായിലേക്കുള്ള മുസ്തലിഫയിലേക്കുള്ളത്, അവിടുന്ന് കല്ല് പൊറുക്കുന്നതും അവിടുത്തെ രാപ്പാർക്കലും അതുപോലെ തന്നെ തിരിച്ച് മീനായിൽ വന്നിട്ട് കല്ലെറിയുന്ന കാഴ്ചകളൊക്കെ ഇൻഷാ അല്ലാഹ് വരും വീഡിയോസിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.